നമസ്കാരം. കോൺഗ്രസ്സുകാരുടെ ചില സമര പരിപാടികൾ കണ്ടാൽ ഇത്രത്തോളം റിലാക്സേഷനോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള മറ്റൊരു പരിപാടി ഇല്ലെന്ന് പറയേണ്ടി വരികയാണ്. അല്പം മുമ്പ് ക്യാമറകൾക്ക് മുന്നിൽ കോൺഗ്രസിലെ മഹിളാ കോൺഗ്രസ് വിഭാഗം പേരൂർക്കട സ്റ്റേഷനിലേക്ക് അവർ വികാരം പൊട്ടി ഒലിച്ചുകൊണ്ടുള്ള ഒരു സമരം അരങ്ങേറി. ക്യാമറകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കുറച്ച് വനിതാ പോലീസുകാരുടെ തോളി കയറാൻ പോയിരിക്കുന്നത്. അതായത് വെറുതെ നിൽക്കുന്നവരാണ്. അവരെ അങ്ങോട്ട് പോയി ക്യാമറകൾ ഉള്ളത് കൊണ്ട് എന്റെ വീഡിയോ ഇന്ന് വരുമല്ലോ, പലരും കാണുമല്ലോ, ഞാൻ വലിയ നേതാവാണെന്ന് തെളിയിക്കാനും ഞാൻ വലിയ സംഭവമാണെന്ന് കാട്ടാനും വേണ്ടിയാണ് ആ ചുമ്മാ നിൽക്കുന്ന അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഗുണ്ട എന്നൊക്കെ പറഞ്ഞ് അതിക്രമിക്കുകയാണ്. അതിക്രമിക്കുന്നതിന്റെ ഇടയിൽ ആ ദൃശ്യത്തിലേക്ക് നോക്കിയേ, ഒരു വെള്ള കതറിട്ട ഒരു മഹിള നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്ന് കേട്ടിട്ട് വരാം. ആ മഹിള കണ്ടില്ലേ, തലയും മുടിയില്ലാത്ത മഹിള, ഷർട്ടും മുണ്ടും എടുത്ത ഒരു മഹിള മഹിളകൾക്ക് വേണ്ടി വളഞ്ഞു നിന്ന് അങ്ങ് ആക്രോശിച്ച് തള്ളുകയാണ്. ഇത് ഏത് മഹിളയാണെന്ന് അറിയാൻ വയ്യ. കാര്യം സാധാരണഗതിയിൽ ഏതെങ്കിലും മഹിളകളെ നമ്മൾ നേരിടണമെന്നുണ്ടെങ്കിൽ അവിടെ വനിതാ പോലീസിനെ ഏർപ്പെടുത്താറുണ്ട്. പക്ഷേ ഈ അടുത്ത ദിവസം വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഒരു സംഘിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ ഉദ്യോഗസ്ഥയോട് ഒരു ഞരമ്പ് രോഗം കാട്ടുന്നത് നമ്മൾ കണ്ടു. അതേപോലെ കതറിട്ട മറ്റൊരു മഹിളാ ഞരമ്പനാണ്. വനിതാ പോലീസുകാരെ കണ്ടപ്പോൾ ആവേശം വന്നങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. ആവേശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മഹിളകൾക്കിടയിൽ നിന്നുകൊണ്ട് ആ ഒച്ച അങ്ങ് തകർക്കുകയാണ്. കാര്യം പുരുഷ പോലീസിന്റെ അടുത്തെങ്ങാനും ചെന്ന് ഈ വേല ഇറക്കിയ വിവരം അറിയും. അപ്പോ അതുകൊണ്ട് സംയമനം പാലിക്കുന്ന വനിതാ പോലീസുകാരോട് എത്ര മോശമായിട്ടാണ് പെരുമാറുന്നത്. അവരെ ഗുണ്ട എന്നും മറ്റൊക്കെ വിളിച്ച് അധിക്ഷേപിക്കാൻ എന്ത് തെറ്റാണ് അവർ ചെയ്തത്. പേരൂർക്കടയിലേക്ക് ചെല്ലുമ്പോൾ ഇന്നിപ്പോ അവിടെ ഒരു സംഭവവികാസം ഉണ്ടായി, ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇമാതിരി വനിതകളെയും കുറച്ച് ക്യാമറകളെയും കണ്ടു കഴിഞ്ഞാൽ കോൺഗ്രസിലെ മഹിളകൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ പുരുഷന്മാർക്കായിക്കോട്ടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം വികാരമുണ്ട്. പിന്നെ പിടിച്ചാൽ കിട്ടില്ല, ഒരു ബാധ അങ്ങ് കയറും. ആ ബാധ കയറിയതിന്റെ അടിസ്ഥാനത്തിലാണ് മഹിളാ പരിപാടിയിലേക്ക് വെള്ളയും ഇട്ടുകൊണ്ടുവന്ന് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അപമാനിക്കുന്ന രീതി ഉണ്ടായി. ഇടയ്ക്കെപ്പോഴാണ് ഇതിന്റെ അപകടം മണത്തെറിഞ്ഞുകൊണ്ട് മാപ്രകൾ ആരോ കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബിന്ദു കൃഷ്ണ പോയി ഈ മഹാനെ പറഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ആ മഹിള പോയതോടുകൂടി ആവേശം കുറച്ച് കുറയുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും കോൺഗ്രസുകാരുടെ സമരങ്ങൾ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. വനിതകളോട് സമരം ചെയ്യാൻ പുരുഷ കേസരികൾ ഇറങ്ങും. അതായത് ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമരത്തെ നേരിടാനായിട്ട് പുരുഷ പോലീസിനെ അയക്കേണ്ട വനിതാ പോലീസിനെ അയച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സമര ആവേശം ഉണ്ടായത്. അതുപോലെയാണ് വനിതകൾക്ക് ഇപ്പോ വനിതാ പോലീസ് വന്നില്ലെങ്കിലാണ് അവർക്ക് വലിയ പ്രശ്നം. ഞങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന ആദ്യത്തെ ഡയലോഗ് അടിക്കും. വനിതാ പോലീസുകാരാണെങ്കിൽ നിൽക്കുന്നതെങ്കിൽ അവർ യാതൊരു പ്രകോപനവും സൃഷ്ടിക്കുന്നില്ല. പ്രകോപനം ഉണ്ടാകണം, കാര്യം ക്യാമറകൾ നിൽക്കുകയാണല്ലോ. സതീശ യൂണിവേഴ്സിറ്റി എന്നുള്ള നിർദ്ദേശമുണ്ട്. വെറുതെ സമരം ചെയ്താൽ പോരാ, സീൻ ഉണ്ടാക്കണം. സീൻ ഉണ്ടാക്കി നിങ്ങൾ അത് അഭിനയിച്ച് തകർത്താലേ നമുക്ക് അത് വെച്ചിട്ട് വിളയിറക്കാൻ പറ്റുള്ളൂ. ആ വിളയിറക്കലിന് വേണ്ടി നടത്തിയ നാടകമാണ്. എന്തായിരുന്നാലും ആ വെള്ളയും കതറിട്ട് ആ കഷണ്ടിയായിട്ട് വന്ന മഹിളയെ കണ്ടപ്പോ കോൺഗ്രസിന്റെ വരുംകാല മഹിളാരത്നങ്ങളെല്ലാം വീർത്തതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. കണ്ടില്ലേ, മഹിളകൾ വന്നിട്ട് വനിതാ പോലീസുകാരോട് എത്ര ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറുന്നത്. പ്രത്യേകിച്ച് കതർ ഷർട്ട് മുണ്ടും കൊടുത്ത ആ മഹിളയുടെ പ്രകടനം അത് എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ്.